എന്റെ പൊന്ന് ജീത്തു ജോസഫേ, അടിച്ചുമാറ്റൽ നമുക്ക് വേണ്ട. കാരണം നിങ്ങൾ നല്ലൊരു സംവിധായകനാണ്. പക്ഷേ അടിച്ചുമാറ്റി മാത്രം സിനിമകൾ ചെയ്യുമ്പോൾ നാളെ നിങ്ങൾക്ക് സിനിമാ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ ഇടം പിടിക്കേണ്ടി വരും. അതിനുള്ള ഉദാഹരണങ്ങൾ സഹിതമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം നേര് ഞാൻ കണ്ടു. മനോഹരമായ ചിത്രം, ടെൻഷൻ അടുപ്പിക്കുന്ന ചിത്രം, നല്ലൊരു ത്രില്ലർ. അതിനുശേഷമാണ് ഈ സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന ടെലിവിഷൻ സിനിമ ഞാൻ കാണുന്നത്. നേര് കണ്ടപ്പോൾ ഞാൻ പല സുഹൃത്തുക്കളോടും വിളിച്ചു പറഞ്ഞു, അസാധ്യ പടം നിങ്ങൾ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഷായിച്ചിട്ട് അതിനു മുമ്പ് സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന് കണ്ടു നോക്കാമോ? സെയിം സാധനം, വേറെ മാറ്റമൊന്നുമില്ല. അതേ കണക്ക് അടിച്ചു മാറ്റിയിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ അടിച്ചു മാറ്റുമ്പോൾ നിങ്ങൾ അതിന് ചെറിയൊരു കേരളത്തിന്റെ ഫ്ലേവർ കൊടുക്കുന്നു. ആ കേരളത്തിന്റെ ഫ്ലേവർ കൊടുക്കുമ്പോൾ സിനിമ ഹിറ്റ്. നേരെ 50 കോടി കളക്ഷൻ നേടിയ ചിത്രമായി മാറി. സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന ചിത്രം വളരെ ശ്രദ്ധേയമായ ചിത്രമാണ്. ആ ചിത്രത്തെ നിങ്ങൾ നേരാക്കി മാറ്റി. പിന്നീട് ഞാൻ നിങ്ങൾ സംവിധാനം ചെയ്ത ഓരോ ചിത്രങ്ങളും കണ്ടു നോക്കി. ഓരോ ചിത്രങ്ങൾക്ക് പിന്നിലും മറ്റൊരു ചിത്രമുണ്ട്. ഉദാഹരണത്തിന് ദൃശ്യം. ദി പെർഫെക്റ്റ് നമ്പർ എന്ന സൗത്ത് കൊറിയൻ നാടകമാണ് ദൃശ്യമായി മാറിയത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഇതെല്ലാം കണ്ടു നോക്കാം. അടുത്തത് നിങ്ങളുടെ ശ്രദ്ധേയമായ ചിത്രം മെമ്മറീസ് ആണ്. 7 എന്ന ഹോളിവുഡ് ചിത്രമാണ് മെമ്മറീസായി മാറിയത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ മെമ്മറീസ് ചെയ്തു. എന്തായാലും മെമ്മറീസും ദൃശ്യവും നേരും ഒക്കെ സൂപ്പർ ഹിറ്റാണ്. പക്ഷേ മൈ ബോസ് നിങ്ങൾ അടിച്ചു മാറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മൈ ബോസ് ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ റേഞ്ച് വ്യക്തമാക്കുന്ന ചിത്രമാണ്. മൈ ബോസ് ദി പ്രപ്പോസൽ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ വികലമായ അനുകരണം. ദി പ്രപ്പോസൽ നല്ലൊരു സിനിമയാണ്. മൈ ബോസിലെത്തുമ്പോൾ ദിലീപിന്റെ ചളുപ്പ് കോമഡികളെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ അതിനെ ഒരു മലയാളത്തിലെ ഹിറ്റ് ഫോർമുലയാക്കി രൂപപ്പെടുത്തി. ഇതൊക്കെ ഇനി പുറത്തു വരും. അതിന് സിനിമാ കേരള പറയണമെന്നില്ല. സിനിമാ കേരള അത് പറഞ്ഞില്ലെങ്കിലും നാളത്തെ തലമുറ അത് പുറത്തു കൊണ്ടുവരും. ഈ പ്രിയദർശൻ എന്ന് പറഞ്ഞ വലിയ സംവിധായകന് പറ്റിയ വീഴ്ച എന്താ? അദ്ദേഹത്തിന്റെ എക്കാലത്തെയും മെഗാ ഹിറ്റുകളായ താളവട്ടം, ചെപ്പ്, ചിത്രം ഇതൊക്കെ വിദേശ പടങ്ങളുടെ വികലമായ അനുകരണമായി. വിദേശ പടങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ അതിന് സാധിച്ചില്ലെങ്കിലും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ കഥകൾക്ക് ചെറിയ ഫ്ലേവറൊക്കെ ചേർത്ത് പ്രിയദർശൻ ഇറക്കി. ഇപ്പോ ജീത്തു ജോസഫ് ചെയ്യുന്നതും അതുതന്നെയാണ്. എന്തായാലും ജീത്തു ജോസഫ് സ്വന്തമായി മൌലികമായി ഒരു പടം നിർമ്മിക്കാൻ ശ്രമിക്കണം. IV ശശിയും പത്മരാജനും ഭരതനുമൊക്കെ കാലങ്ങൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നത് അവരുടെ പ്രതിഭയുടെ വിലാസം കൊണ്ടാണ്. ജീത്തു ജോസഫിന് പ്രതിഭയുടെ വിലാസമുണ്ട്. പക്ഷേ അത് അനുകരണത്തിന്റെ വിലാസമായി മാറരുത്. അനുകരണത്തിലേക്കാണ് ജീത്തു പോകുന്നതെങ്കിൽ ജീത്തുവിന് വലിയ കാലം ന്യൂജൻ സിനിമയിൽ നിലനിൽക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് പറയുകയാണ് ഇത്.